കർത്താവിൻ്റെ മഹത്വമേറിയ നാമം ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനത്തെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും ക്രിസ്തുവേശുവിൻ ശ്രേഷ്ഠമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ. ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവന്റെ കാലാമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശിലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകളൊക്കെയും തുറന്നുപോയി, എല്ലാവരെയും ചങ്ങലയാക്കി. ഇന്നീ പ്രഭാതത്തിൽ ദൈവം ചിന്തിപ്പിച്ച ഒരു ശ്രേഷ്ഠകരമായ ആലോചന, ഇങ്ങനെയുള്ളൊരു കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാലാമത്തിലിട്ടു. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനും ശിലാസിനും ദൈവയച്ച മക്കദോനിയ എന്നറിയപ്പെടുന്ന രാജ്യത്തിൽ വെച്ച് സംഭവിച്ച വലിയ ഒരു പ്രതികൂലത്തെയാണ് കാണുന്നത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു വാതിൽ പ്രവാസിൽ നിന്ന് തുറന്ന് ലഭിച്ചു. അങ്ങനെ മാസിഡോണിയയിൽ വന്നു. ചില ദിവസങ്ങൾ എഫെസോസിൽ പാർത്തു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന് കണ്ട ദർശനപ്രകാരം വന്ന സ്ഥലമായിരുന്നു മാസിഡോണിയ. വന്ന സമയം മുതൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഭവനത്തെ ദൈവം ഓപ്പൺ ചെയ്തു കൊടുത്തപ്പോൾ ആ 16-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം നമുക്ക് വായിക്കുമ്പോൾ അറിയാം, പലയിടത്തും ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പുഴവക്കത്തൊക്കെ ഇരുന്ന് പ്രസംഗിച്ചു. ഒരു മാന്യ സ്ത്രീയായിരിക്കുന്ന ലുദിയായുടെ ഹൃദയത്തെ ദൈവം തുറക്കുന്നു. അവളുടെ ആ ദേശത്ത് ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ആരംഭം കുറിക്കപ്പെടുകയാണ്. പിന്നീട് ഭവനവുമായൊക്കെ ബന്ധപ്പെട്ട് ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ക്രമീകരിക്കപ്പെടുകയാണ്. അപ്പോഴാണ് ബിസിനസ് ചെയ്തിരുന്ന പട്ടണത്തിൽ ഒരു സ്ത്രീമേലുണ്ടായിരുന്ന പൈശാചിക ശക്തി ഇവർക്ക് എതിർപ്പെടുകയും ആദ്യമൊക്കെ ഇവരെ പുകഴ്ത്തി പറഞ്ഞ് പിന്നീട് അവരിൽ വ്യാപരിച്ച ശക്തിയെ പൗലോസ് ഇതൊരു ശല്യമായി മാറിയപ്പോൾ, അതൊരു സ്ഥിരം പഴഞ്ചൊല്ല് പോലെ പൗലോസിന്റെ പുറകെ ഒരു നിന്ദയായി മാറിയപ്പോൾ പൗലോസ് ആ അന്ധകാര ശക്തിയെ ശാസിച്ച് അമർശിച്ചു. അതിന്റെ പുറകിലായി അന്ധകാര ശക്തിയെ ശാസിച്ച് അമർച്ചതിന്റെ പുറകിലായി വലിയ പ്രതികൂലങ്ങൾ അരങ്ങേറുകയാണ്, പ്രതിസന്ധികൾ അരങ്ങേറുകയാണ്. ആ പ്രതിസന്ധികളുടെ മധ്യേ രണ്ടുപേരും തടവിലാക്കപ്പെടുന്നു. ആ തടവിലാക്കപ്പെടുന്ന സബ്ജക്റ്റാണ് വായിച്ചത്. ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ പൈശാചിക ശക്തി പോയ ആ സമയം മുതൽ അവിടുത്തെ ബിസിനസ്സുകളിലൊക്കെ എന്തൊക്കെയോ വലിയ ചടങ്ങുകൾ, വലിയ പ്രതികൂലങ്ങൾ സംഭവിക്കുക. അതോടുകൂടി എല്ലാവരുടെയും ബ്ലെയിമിങ് പൗലോസിന്റെയും ശിലാസിന്റെയും മേൽ വന്നു. എവിടുന്നോ വന്ന ഈ വിദേശികൾ അവർ പ്രചരിപ്പിച്ച എന്തൊക്കെയോ വാർത്തകൾ, അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതത്തിന്റെ ശക്തി നമ്മുടെ ദേശത്തെ വ്യാപാര മേഖലയെ തച്ചുടച്ചു കളഞ്ഞു. ഇവിടെ നടക്കുന്ന വലിയ തുണി വ്യാപാരങ്ങളും ബിസിനസ്സുകളും ഈ പട്ടണത്തിന്റെ വരുമാനത്തെ, ഈ പട്ടണത്തിന്റെ റണ്ണിങ്സിനെ ദൈവപ്രവൃത്തി കൊണ്ട് തടഞ്ഞു എന്നുള്ള രീതിയിൽ വലിയ പബ്ലിസിറ്റി കൊടുക്കുകയും അത് നിമിത്തം പൗലോസും ശീലാസും തടവിലാകപ്പെടുന്ന ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. ഈ മക്കദോനിയയിൽ വെച്ച് സംഭവിച്ച ഈ വേദനാജനകമായ അനുഭവം പുറംലോകം അറിയുന്നില്ല, യെരൂശലേമിൽ ആരും അറിയുന്നില്ല.
അർത്ഥം അതിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് എന്ത് സംഭവിച്ചെന്ന് ഇന്നത്തെ പോലെ ഒരു സോഷ്യൽ മീഡിയയോ വർത്തമാന പത്രങ്ങളോ ടെലിഫോൺ സന്ദേശങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ ഒരാൾ അവിടെ എത്തിയെങ്കിൽ മാത്രമേ ജെറുസലേമിലുള്ളവർ അറിയൂ. ആരും അറിയാത്തൊരു മേഖലയിൽ ഇന്നവർ ആമത്തിലിടുകപ്പെടുകയാണ്. അവരുടെ ജീവിതം പൂട്ടിന്റെ അകത്താകുകയാണ്. കൈകാലുകൾ ആമത്തിലാകുകയാണ്. അവരെ വളരെ അടുപ്പിച്ചു, തടവിലാക്കി, അവരെ വളരെ സൂക്ഷ്മത്തോടെ കാക്കുവാൻ അധിപതികൾ സംസാരിക്കുകയാണ്. ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അകത്തെ തടവിലാക്കി അവരുടെ കാലാമത്തിലിട്ടു. നീ ചലിക്കുന്നില്ല. കൈകൾ ചങ്ങലയിലും കാല് ആമത്തിൽ. ഇനി എന്ത് സംഭവിച്ചാലും ഈ ഇരുട്ടിനകത്ത് നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. ഒന്നെങ്കിൽ ഇവരെ കൊന്നുകളയും, അല്ല എങ്കിൽ അവർ മരിച്ചു പോകും. എന്നാൽ ഒരു സംഭവം അവിടെ ഉണ്ടായി. കുറെ കൈകാലുകൾക്ക് ബന്ധനം ഉണ്ടായിട്ടുണ്ട്. 25-ാമത്തെ വാക്യമാണ് ശക്തമായത്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. 3 കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. ഒന്ന്, അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ചു. 2, പാടി സ്തുതിച്ചു. 3, ഭൂകമ്പമുണ്ടായി. പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ള ഒരു ദൈവത്തിന്റെ പൈതൽ രാവിലെ എന്നില്ല, ഉച്ചയ്ക്കെന്നില്ല, അർദ്ധരാത്രിക്കെന്നില്ല, സന്ധ്യാമത്തിലെന്നില്ല. അവന്റെ ജീവിതത്തിന് ഏറ്റവും കൈപ്പേറിയ വേദനാജനകമായ ഒന്നും കാണാൻ കഴിയാത്ത, എല്ലാവരും മറന്നു കളയുന്ന, ആർക്കും വിടിവിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രം പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു അസാധാരണ ദൈവിക പ്രതിഭാസമാണ് പ്രാർത്ഥനയുടെ കണക്ഷൻ. ലോകശക്തികളെല്ലാം കൂടി ദൈവഭക്തന്മാരുടെ കഥകൾ അടച്ചപ്പോൾ ദൈവദാസന്റെ കാലിനെ ബന്ധിച്ചു, കൈകളെ ചങ്ങലക്കിട്ടു, ശരീരത്തെ മുറിവേൽപ്പിച്ചു, വേദനിപ്പിച്ച് ഒതുക്കിയപ്പോൾ മറുവശത്ത് പ്രാർത്ഥന ചലിക്കുകയാണ്. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന തുടങ്ങിയാൽ ഒരു കാര്യം ഉറപ്പാണ്, പിന്നെ അവരുടെ ആരാധന. അടുത്ത സെക്കൻഡിൽ നമ്മൾ കാണുകയാണ് അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. എല്ലാവരും സൈലന്റ് ആയിരിക്കുമ്പോൾ പൗലോസ് ആക്റ്റീവ് ആകുകയാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ അവർ ഉണരുകയാണ്. എല്ലാവരും മിണ്ടാതിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കരയുമ്പോൾ അവർ പാടുകയാണ്. വേദന ചൊല്ലി കരയുവാൻ സമയമുള്ളപ്പോൾ ആത്മാവിൽ പാട്ടുപാടി അവർ സന്തോഷിക്കുകയാണ്. ദൈവനാമം നിമിത്തം സഹിക്കുന്ന കഷ്ടതകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പാടി സ്തുതിക്കുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ ഞങ്ങൾക്കും അനുഭവിപ്പാൻ തന്ന നിന്റെ കൃപയ്ക്ക് സ്തോത്രമെന്ന് പറഞ്ഞ് പാടുമ്പോൾ, വേദനകൾ മറന്നവർ ദൈവമുഖത്തേക്ക് നോക്കി കരയുമ്പോൾ, വേദനകൾ മറന്നവർ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുമ്പോൾ സ്വർഗമടങ്ങി നിന്നില്ല. അവരുടെ പാട്ട് ഉയരാൻ തുടങ്ങി. കാരാഗ്രഹത്തിലുള്ള എല്ലാവരും അവരെ ശ്രദ്ധിച്ചു. ഇതെന്തൊരു മനുഷ്യരാ, ഒരു എക്സ്ട്രാ ഓർഡിനറി മനുഷ്യർ. ഇത്രയും വേദനാജനകമായ ദിവസത്തിലൂടെ കടന്നുപോയിട്ടും കൈകൊട്ടി ആരാധിക്കുന്നവർ, ആമേൻ, പാടി ആരാധിക്കുന്നവർ, ഇത്രയും വേദനാജനകമായ ആമേൻ സ്തോത്രം സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടും
അർദ്ധരാത്രിക്ക് ഉണർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുള്ള ഏതോ ഒരു മാർഗക്കാർ, ഇവരുടെ മാർഗമേതാ, ഇവരുടെ ചലനമേതാ, ഇവരുടെ ജീവിതമേതാ, ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ആത്മമണ്ഡലം അവിടെ രൂപപ്പെടുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാര്യമുണ്ടായി, അവിടെ ഒരു ഭൂകമ്പം. എവിടെ നിന്ന് ഭൂകമ്പം വന്നു? എന്താണ് ഭൂകമ്പം? ഭൂകമ്പം നാം ഈ വാർത്താ മാധ്യമത്തിലൂടെ പലയിടത്ത് കേൾക്കുന്നുണ്ട്. ഫുജിയാമയിലും ജാപ്പനീസ് രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും പല ദ്വീപുകളിലും അന്റാർട്ടിക്കയിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം, പ്രകമ്പനം കൊള്ളുന്ന അനുഭവം, ഭൂമി ചലിക്കുന്ന അനുഭവം. നമ്മുടെ ഈ ദുരന്തത്തിനൊക്കെ ശേഷം ഈ കേരളത്തിൽ 1-2 ഭാഗത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടായി. ഭൂകമ്പങ്ങൾ വന്നപ്പോൾ ആൾക്കാർ ഞെട്ടാൻ തുടങ്ങി. കെട്ടിടങ്ങൾ താഴെ പോകുന്ന ഒരു ചലനമാണ് ഭൂകമ്പം. അപ്പോൾ ഭൂമി ചലിക്കുന്നതാ. ഭൂമിയുടെ പ്ലേറ്റ്സ്, ഭൂമിയുടെ ഓരോ പാർട്സുകൾ അല്ലെങ്കിൽ ഭൂമിയുടെ അടുക്ക് തട്ടുകൾക്കുണ്ടാകുന്ന ഭ്രംശത്തിനാണ് ഭൂകമ്പം എന്ന് ഭൂകമ്പ മാപിനി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാ പറയുന്നത്. അപ്പോൾ ആ സർവേ അനുസരിച്ച് ഇങ്ങനെയാണെങ്കിൽ, സിസ്മോളജി അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ കുഞ്ഞിനു വേണ്ടി ചില ആത്മമണ്ഡലത്തിൽ ചലനങ്ങൾ ഉളവാകുന്നുണ്ട്. പ്രതികൂലങ്ങളെ തരണം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ഏതൊക്കെയോ ചില മേഖലകൾ ചലിക്കുന്നുണ്ട്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഒരു ആലോചന ഞാൻ കൈമാറട്ടെ. നിനക്ക് വേണ്ടി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ചിലത്ത് കമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നീ പോലും അറിയാത്ത ചില ഇളക്കങ്ങൾ. നീ ഇന്നായിരിക്കുന്ന മേഖലകളിൽ നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. ആമേൻ. വലിയൊരു ഭൂകമ്പം, ചെറിയതല്ല, വലിയ ഒരു ഭൂകമ്പം. ചെറിയ രീതിയിലൊന്നും ചലനമല്ല, വലിയ ഒരു ഭൂകമ്പം. നിനക്ക് വേണ്ടി ചിലത് വലിയത് ചെയ്യുവാൻ ദൈവം ശക്തനാണ്. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അടിസ്ഥാനങ്ങൾ കുലുങ്ങി. കാരാഗ്രഹത്തിന്റെ നീ ആയിരിക്കുന്ന മേഖലയിൽ ഇന്ന് നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന ആത്മമണ്ഡലത്തിൽ, ഭൗതിക മണ്ഡലത്തിൽ, ജോലി സംബന്ധിച്ച് ആ രാജ്യത്ത്, നിന്റെ ഭവനത്തിൽ, ശുശ്രൂഷയോട് ബന്ധപ്പെട്ട്, പഠനത്തോട് ബന്ധപ്പെട്ട്, ജോലിയോട് ബന്ധപ്പെട്ട് ആയിരിക്കുന്ന ചില കാരാഗ്രഹമായ, ഒന്നും കാണാൻ കഴിയാത്ത, ഒരു നന്മ അനുഭവിക്കാൻ കഴിയാത്ത വിഷയത്തെ ദൈവത്തിന്റെ ആത്മാവ് അടിസ്ഥാനത്തെ ഇളക്കി കുലുക്കുകയാണ്. അടുത്ത വാക്യത്തെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുക്കിയ വാതിലുകളൊക്കെ തുറന്നു പോയി. ഇന്ന് രാത്രി ഒരു ദൂതാണ്, നിനക്കെതിരെ അടച്ചു വെച്ച വാതിലുകൾ തുറക്കുകയാണ്. വാതിലുകൾ തുറന്നുപോയി, വാതിലുകൾ തുറന്നുപോയി. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ആത്മാവിൽ സ്തുതിക്കാൻ തയ്യാറാണോ? സാഹചര്യങ്ങൾ വിരോധമാ, ശരീരം വിരോധമാ, കൈകാലുകൾ ചലിക്കുന്നില്ല, അസ്വസ്ഥതയാണ്, മനസ്സിന് ധൈര്യമില്ല, ഭയമാണ്, ആരും ചുറ്റുമില്ല, ഒറ്റയ്ക്കാണ്. ഭയപ്പെടാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്റെ വാ തുറക്ക്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വാ തുറക്ക്. പാടി സ്തുതിക്കുവാൻ വേണ്ടി നാവെടുക്ക്. ശിവർ ചെയ്യുന്ന ശരീരമാണെങ്കിലും പരിശുദ്ധ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്ക. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തെ ശിവർ ചെയ്യിപ്പിക്കുവാൻ, നിന്നെ ഒതുക്കി കളയുവാൻ, നിന്റെ ആത്മമേഖലകളെ തകർക്കുവാൻ, നിന്റെ ഭൗതിക മേഖലകൾ കരുതിയിട്ടുകൊണ്ട്, നിന്റെ മേൽ വെച്ചിരിക്കുന്ന ദൈവിക ശുശ്രൂഷയ്ക്ക് പരിധിയിട്ടുകൊണ്ട്, നിന്റെ ശുശ്രൂഷകൾക്ക്, യാത്രകൾക്ക്, ഉയർച്ചകൾക്ക്, ഈ ദേശത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാതിരിക്കാൻ പൗലോസിനും ശീലാസിനും എതിർപ്പെടേണ്ടി, അക്ഷരികമായി എതിർപ്പെടേണ്ടി വന്ന മേഖലയിലെ തടസ്സങ്ങൾ ആത്മമണ്ഡലത്തിൽ നീ അനുഭവിക്കുന്നു എങ്കിൽ, ഇന്ന് രാത്രി, ഈ പകൽക്കാലം, ഈ പ്രഭാതം, ഈ സന്ധ്യാമ എപ്പോഴാണോ താങ്കൾ ഇത് ശ്രദ്ധിക്കുന്നത്, ഈ നിമിഷത്തിൽ തന്നെ ചില വിഷയങ്ങൾ, നിന്നെ പ്രതിയുള്ള ചില വിഷയങ്ങൾ കുലുങ്ങി മാറുകയാണ്. അതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി മാറുകയാണ്. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞുപോയി, സകലരുടെയും നീ നിമിത്തം ആ കമ്പനിയുടെ പോലും ചില തടസ്സങ്ങൾ മാറട്ടെ. നീ നിമിത്തം ആ ഡിപ്പാർട്ട്മെന്റിന്റെ പോലും ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. നീ നിമിത്തം നിന്റെ കുടുംബത്തിന്റെ മുഴുവനായുള്ള തടസ്സങ്ങൾ, പ്രതികൂലങ്ങൾ മാറട്ടെ. ദൈവത്തിന്റെ
പദ്ധതിയുള്ള 2 പേർ നിമിത്തം കാരാഗ്രഹത്തിൽ ഒത്തിരി പേർ വിടുവിക്കപ്പെടുന്നു. എന്തിനു വേണം? കാരാഗ്രഹ പ്രമാണി വരെയും വിടുവിക്കപ്പെടുകയാണ്. അവൻ ആത്മമണ്ഡലത്തിന്റെ കാര്യം പറയട്ടെ. അത് മാത്രമല്ല, അവരുടെ വിടുതൽ നിമിത്തം ആ രാജ്യത്തിന് വിടുതലുണ്ടാകുന്നു, പട്ടണത്തിന് വിടുതലുണ്ടാകുന്നു, അവിടുള്ള ആരാധനകൾക്ക് വിടുതലുണ്ടാകുന്നു. ആത്മാവിൽ ഒരു ദൂത് പറയാം, ഒരു രാത്രി കൊണ്ട് അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഒത്തിരി രാത്രി കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിനക്കെതിരെ പ്രശ്നങ്ങൾ പൊങ്ങി വന്നത്. പല സമയങ്ങളിലെ ക്രോഡീകരണങ്ങളായിരിക്കാം, പല സമയങ്ങളിലെ പല വ്യക്തികളുടെ പല രീതിയിലുള്ള പ്രതികൂലങ്ങളായിരിക്കാം. നീ ഇന്നിങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് അഴിക്കുകയാണ് ദൈവം. വിശ്വസിക്കേ, ഈ നല്ല പ്രഭാതത്തിൽ വലിയ അത്ഭുതം ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുന്നു. വലിയ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. വലിയ വാഗ്ദത്ത വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ശുശ്രൂഷ മേഖലയിൽ അസാധാരണമായ ചില ഓപ്പണിങ്ങുകൾ ഉണ്ടാകാൻ പോകുന്നു. വാതിലുകൾ തുറന്നു. ഓൾറെഡി വാതിലുണ്ട്, പക്ഷെ അത് അടച്ചു വെച്ച് പൂട്ടിയിരുന്നു. എല്ലാ പൂട്ടുകൾ തുറന്ന് ചില വാതിലുകൾ തുറക്കട്ടെ. ആത്മമണ്ഡലത്തിൽ അത് തുറക്കുന്നത് എത്ര പേർ വിശ്വസിച്ച് സ്തോത്രം ചെയ്തു? ആമേൻ. ദൈവം അത്ഭുതം ചെയ്യട്ടെ. പരിശുദ്ധ കർത്താവേ, കേൾക്കപ്പെട്ട ദൈവിക അരുളപ്പാടുകളെയും ആലോചനകളെ ദൂതുകളെ മധ്യേ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാ. ഞങ്ങൾ എവിടൊക്കെയോ ഒതുങ്ങപ്പെട്ടോ, ഞങ്ങൾ എവിടൊക്കെയോ ബന്ധിക്കപ്പെട്ടോ, ഞങ്ങൾ എവിടൊക്കെയോ തകർക്കപ്പെട്ടോ, ആ തകർക്കപ്പെട്ട മേഖലകളിൽ ഞങ്ങൾക്ക് വിരോധമായി പൊങ്ങി വന്ന സകല ബന്ധനങ്ങളെയും ദൈവം അഴിച്ച വിശ്വസ്തതയ്ക്ക് നന്ദി. പരിശുദ്ധാത്മ വൻ കാര്യം ചെയ്യണം. പൗലോസും ശീലാസും അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. ആമേൻ. വലിയ ഒരു പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞുപോയി. വാതിലുകളൊക്കെയും തുറന്നുപോയി. ഞങ്ങൾ വിശ്വസിക്കുന്നു വലിയ അത്ഭുതം നടക്കും. ഇന്ന് രാത്രി, ഈ പകൽ, ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കുന്നിടത്ത് ഒരു അസാധാരണ വിടുതൽ നടന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ മിസ്ബ വർഷിപ്പ് സെന്ററിന്റെ ഈ മെസ്സേജിലൂടെ തന്നെ ജനത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവമഹത്വം അങ്ങെടുക്കുമാറാകണമേ. വിടുതലുകൾ പകർന്നാട്ടെ. ഒരു വലിയ ഫീഡ്ബാക്ക് ഇതിന്റെ പുറകിൽ ഉണ്ടാകട്ടെ. ഇതിന്റെ പുറകിൽ ഒരു വലിയ പോർട്ടൽസ് ഓപ്പൺ ആകട്ടെ. ഇതിന്റെ പുറകിൽ വലിയ അസാധാരണ മിറക്കിൾസുകൾ, എക്സ്ട്രാ ഓർഡിനറി ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവേ, പ്രൈസ് ഗോഡ്. താങ്ക് യു. God bless you all. Bye bye.